ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു നേതാക്കളും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഫോൺ വഴി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭീകരവാദം ഇല്ലാതാക്കുന്നതിനും സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യയും പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു. ലോകത്ത് ഭീകരവാദത്തിന് സ്ഥാനമില്ലെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംഘർഷം പശ്ചിമേഷ്യയാകെ വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീകരവാദം ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കില്ല, പ്രധാനമന്ത്രി കുറിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകും. ലോകത്തിന്റെ സമാധാനവും സുസ്ഥിരതയുമാണ് ഭാരതത്തിന്റെയും ലക്ഷ്യം. അതിനായി എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ബന്ദികളാക്കപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി മോചിപ്പിക്കാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം നെതന്യാഹുവിനോട് പറഞ്ഞു. അതേസമയം മോദിയെ വിളിച്ചതിന് പിന്നാലെ തെക്കൻ ലബനനിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ രാത്രിയോടെ ഇസ്രായേൽ ടാങ്കറുകൾ ലബനൻ അതിർത്തി കടന്നു. നിയന്ത്രിതമായ രീതിയിൽ പ്രാദേശിക പരിശോധനകൾ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ ലക്ഷ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിർത്തിയോട് ചേർന്നുള്ള ലബനൻ ഗ്രാമങ്ങളിലാണെന്നും അവ ഇസ്രായേലിന് സുരക്ഷാ ഭീഷണിയാണെന്നും സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലി വ്യോമസേനയും സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗവും ദൗത്യത്തിൽ പങ്കാളികളാണ്. അതിനിടെ സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 3 പേർ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂട്ടിന്റെ തെക്ക് ഭാഗത്തുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. കരവഴിയുള്ള ഇസ്രായേൽ നീക്കം തടയാൻ തങ്ങൾ സജ്ജമാണെന്നും യുദ്ധം നീണ്ടുപോകാമെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ നയിം ഖാസിം പറഞ്ഞു. യുഎസും യുകെയും വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കിടെ 1000-ലധികം പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ലബനൻ അധികൃതർ പറഞ്ഞു. ഇസ്രായേലിന് പിന്തുണയായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും യുഎസ് മേഖലയിലേക്ക് അയച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്നലെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സൈനികരെ സന്ദർശിച്ചു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ മാത്രം 95 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളുടെ ഭാഗമായി ഏകദേശം 1 ലക്ഷത്തോളം പേർ ലബനനിൽ നിന്നും പലായനം ചെയ്തതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന കരാധിനിവേശം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാകും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുകയെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.